അതോർത്ത് നീ വിഷമിക്കണ്ട. നീ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും. ഞാനല്ലേ ഇവിടെ ഉള്ളത്. വേണ്ട ജ്യോതി, ചാവദോഷമുള്ളവളാ ഞാൻ. ഒന്നും ആഗ്രഹിക്കാനേ പാടില്ല. എന്തോന്ന് ചാവ് ദോഷോ? പോയേ ഇവിടുന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം നിനക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരും. പോരെ? വേണ്ട, ഇനി എനിക്കതിന് ആഗ്രഹമില്ല. ഉണ്ടായിരുന്ന ആഗ്രഹമൊക്കെ ഇന്നലത്തോടെ തീർന്നു. DKയുടെ അനുവാദത്തോടെ ആ വീട്ടിൽ പോയി താമസിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതിന് സാധിച്ചില്ല. DK ഒരിക്കലും അതിന് സമ്മതിക്കൂല. അതെന്തുകൊണ്ടാന്ന് നിനക്കറിയില്ലേ? ഹിറ്റ്ലറിന്റെ മനസ്സിൽ അത്രമാത്രം വേദന ഉള്ളതുകൊണ്ടാ. ആ വീടിനെ കുറിച്ചും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ ഹിറ്റ്ലറിനെ സങ്കടപ്പെടാനല്ലാതെ മറ്റെന്താ ഉള്ളേ? അപ്പൊ പിന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാ ഹിറ്റ്ലറിന് ഇങ്ങനല്ലാതെ വേറെ എന്ത് മറുപടിയാ പറയാൻ പറ്റുക? എനിക്കറിയാം, DK വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനത് ചോദിച്ചത്. പക്ഷെ പാടില്ലായിരുന്നു എന്ന് പിന്നീടാ മനസ്സിലായത്. ഇവിടേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് വരെ നിന്നോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. മരിക്കുമ്പോ ആ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പണ്ട് DKയും ഞാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു വാക്കാ അത്. എന്ത് വാക്ക്? എന്നോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി DK എനിക്ക് വേണ്ടിയാ ആ വീട് പണിതത്. പക്ഷെ അതിന്റെ കൂടെ എനിക്കൊരു വാക്കും തന്നു. ഞങ്ങളിൽ 2 പേരിൽ ആരാദ്യം മരിച്ചാലും മരിക്കുന്ന ആളിന്റെ ശവം ആ വീടിന്റെ മുന്നിൽ അടക്കണം. പിന്നീട് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും മറ്റേയാള് മരിക്കുമ്പോ ആദ്യ ആളിനെ അടക്കിയതിന് തൊട്ടടുത്ത് പരസ്പരം ചേർത്ത് വെച്ച് രണ്ടാമത്തെ ആളിനെ അടക്കണം. ഒരേ മണ്ണിൽ അടുത്തടുത്ത കുഴികളിൽ ഒരുമിച്ചുറങ്ങണം. അതായിരുന്നു എന്റെ ആഗ്രഹം. DKയും അത് സമ്മതിച്ചത്. എന്തോറ്റി? എന്റെ കഥ കേട്ട് ഷോക്ക് അടിച്ചോ? നിന്റെ ആഗ്രഹം എപ്പം നടത്തിത്തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നീ പോകുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ആഗ്രഹം നടത്തിത്തരും. അവിടെ കിടന്ന് നിനക്ക് മരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു 2 ദിവസം നിന്നെ അവിടെ താമസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്ത് ഡ്രാമ കളിച്ചിട്ടായാലും അത് ഞാൻ നിനക്ക് സാധിച്ചു തരും. എടാ കൊതിയ, രോഗി നീയാണോ അതോ ഇവനോ? അങ്ങനെ ചോദിക്കും. അതിന് ഈ ഓറഞ്ച് രോഗിക്ക് മാത്രമേ കഴിക്കാമെന്ന് ആരാ പറഞ്ഞു? രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ കഴിക്കാം. നിന്നെ കൂട്ടിരുത്തിയാ അവസാനം ഇവന് കഴിക്കാൻ ഒന്നും കിട്ടത്തില്ല. എങ്ങനെയുണ്ട്? വേദനയുണ്ട്, എന്നാലും ഒരു ആശ്വാസമുണ്ട് DK. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനാ ഞാൻ വന്നത്. എന്താ DK? നിങ്ങൾ ആരും തൽക്കാലം ഇനി ദൂരത്തേക്കൊന്നും പോകണ്ട. ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ നോക്കിയാൽ മതി. റെസ്റ്റോറന്റ് ചുമതല ഇന്ന് മുതൽ ശ്രീരാമനായിരിക്കും. അല്ല, അപ്പൊ എനിക്കോ? തൽക്കാലം ഇവിടെ ഇരുന്ന് ഗോകുലിനെ നോക്കുന്ന ചുമതല മാത്രം നീ നോക്കിയാൽ മതി. അവന് സുഖാവട്ടെ. അത് കഴിഞ്ഞ് റെസ്റ്റോറന്റിന്റെ പർച്ചേസ് സെക്ഷൻ നിന്നെ ഏൽപ്പിക്കും. അയ്യോ, അത് നഷ്ടത്തിലാവും DK. ബുദ്ധിയില്ലാത്തവനെ പർച്ചേസ് ഏൽപ്പിച്ചാലേ ഇവൻ ആവശ്യമില്ലാത്തതൊക്കെ ജ്യോതി, മനുഷ്യ ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലരുടെ സാമീപ്യം പോലും രോഗിയിൽ മാറ്റം ഉണ്ടാക്കും. നിങ്ങളും സുപ്രിയയും തമ്മിലുള്ള ബന്ധവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സത്യങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്റെ ട്രീറ്റ്മെന്റ് മാത്രമായിരിക്കില്ല സുപ്രിയയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്.
സുപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണോ ഡോക്ടർ പറയുന്നത്? വന്നു എന്നല്ല, വരാനുള്ള സൂചനകൾ രോഗിയുടെ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ആൾ ജ്യോതിയാണെന്ന് എനിക്കറിയാം. ജ്യോതിക്ക് ഭയമുണ്ടോ? സുപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ജ്യോതിയുടെയും ഡിക്കയുടെയും ലൈഫിനെ ഇല്ലാതാക്കുമെന്ന് പേടിയുണ്ടോ? ഇല്ല ഡോക്ടർ, സുപ്രിയ എന്താന്ന് എനിക്കിപ്പോ നന്നായി അറിയാം. അവൾ ഒരിക്കലും എനിക്കൊരു തടസ്സമോ ബാധ്യതയോ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവും ഇല്ല. എങ്കിൽ കുറച്ചുനാളുകൂടി ആ കുട്ടി അമരാവതിയിൽ തന്നെ തുടരട്ടെ. അവളും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിക്കട്ടെ. ഡികെയുടെ സാമീപ്യമാണ് നിന്റെ അസുഖത്തിന് കുറവുണ്ടാക്കിയതെന്ന് ഡോക്ടർ പറയുന്നത്. നീ എനിക്ക് ഒരിക്കലും ഒരു തടസ്സമോ ബാധ്യതയോ ആയിരിക്കില്ലെന്നാ അകത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് പോകുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? പക്ഷേ എനിക്കറിയാം സുപ്രിയ, ഇനി ഒരിക്കലും അങ്ങനെ ആവില്ല. അതുകൊണ്ട് അകത്ത് ഡോക്ടറോട് പറഞ്ഞതിൽ ഞാനൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അടുത്ത മാസം ചെക്കപ്പ് കഴിയുന്ന ദിവസം വരെ നിനക്ക് അമരാവതിയിൽ താമസിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നീ തിരിച്ചു പോണം. പോയേ പറ്റൂ. ഇല്ല ജ്യോതി, തൽക്കാലം നീ പറയുന്നതനുസരിക്കാൻ എനിക്ക് പറ്റില്ല. ഉടനെയൊന്നും അമരാവതിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോവില്ല. അതിനൊരു കാരണമുണ്ട്. சார், இதுதான் அந்த பொண்ணு. இந்த அம்மாவே உங்களுக்கு தெரியுமா? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. സാർ, ഉങ്ങളുടെ വൈഫ് ആക്സിഡന്റ് ആണ് അന്ത എടുത്തതാ. ഒരു 2-3 ഡേയ്സ് മുന്നാടി ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് ടീം ആക്സിഡന്റ് ആനത്. அந்த அம்மாவே இதுவரைக்கும் திரும்பி கிடைக்கல. சார், பெங்களூர் ராமையா மெடிக்கல் காலேஜிലെ மெடிக்கல் ஸ்டூடெண்ட் தான் இந்த பொண்ணு. மலையாளி பொண்ணு தான். பேர் வந்து லேഖ. വരേ സാർ. സുധാരനാരെ, പിള്ളേ, താനിത് എവിടെയായിരുന്നു? ഞാൻ 2 ദിവസമായി തന്നെ അന്വേഷിക്കായിരുന്നു. ഞങ്ങളെ 2 ദിവസമായിട്ട് പ്രിയമോളുടെ വീട്ടിലായിരുന്നു. അങ്ങനെ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും മുത്തച്ഛനും മുത്തശ്ശിയും ആകാനുള്ള സന്തോഷത്തിലാണല്ലോ. പിന്നല്ലാതെ, വയസ്സുകാലത്ത് വരണ്ടുണങ്ങി പോകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന മഴത്തുള്ളികളല്ലേടോ നമ്മുടെ കൊച്ചുമക്കള്. അല്ല, തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? തനിക്ക് 24 മണിക്കൂറും അമ്പലവും ഉത്സവമൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അക്കാര്യം പറയാനാ ഞാൻ തന്നെ അന്വേഷിച്ചത്. നമുക്ക് ഉടനെ അമ്പല കമ്മിറ്റി വിളിക്കണം. ഉത്സവം നടത്തണ്ടേ? വേണം. ഇത്തവണ നല്ല അന്തസ്സായിട്ട് തന്നെ ഉത്സവം നടത്തണം. അതിനു മുമ്പ് താൻ ജയിലിലേക്കൊന്നും പോകത്തില്ലല്ലോ അല്ലേ? ഇല്ലടോ പിള്ളേ, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇനി അഥവാ ജയിലിൽ പോയാലും ഉത്സവം കാണാൻ പരോളൊക്കെ കിട്ടും. ഉത്സവം കാണാൻ പരോള് കിട്ടുമോ?
അതൊക്കെ കിട്ടുവടോ. വാ, നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. ആ. വീട്ടിൽ കയറി ചായ കുടിച്ചിട്ടിരിക്കാം. അതെ, ഇത്തവണ ഉത്സവത്തിന് ചെലവ് കൂടുതലായിരിക്കും. മനസ്സറിഞ്ഞ് സഹായിക്കാൻ തന്റെ മൂത്ത മരുമകനോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, താൻ വാ. നീ ഇങ്ങനെ നിരാശപ്പെടണ്ട. ഡി കെ എന്തെങ്കിലും തിരക്കുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞത്. എത്ര തിരക്കുണ്ടെങ്കിൽ എന്താ, സ്വന്തം ഭാര്യ ഒരു കാര്യം പറയാൻ വരുമ്പോ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? നീ അത് വിട്. പിന്നെ ഡി കെ വൈകിട്ട് വീട്ടിൽ വരുമല്ലോ, അപ്പൊ പറയാം. എന്തൊക്കെ ആഗ്രഹങ്ങളോടെ അങ്ങോട്ട് പോയത്. ഓ, ഇത് കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് എന്നെ പൊക്കിയെടുത്ത് വട്ടം ചുറ്റിക്കുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആകെ കോളമായി. അതെ, നമുക്കൊന്നുകൂടെ പോയി പറഞ്ഞാലോ? ഇനിയിപ്പോ ഒന്നും പറയാൻ പോണ്ട. എന്തേ? എനിക്ക് മസാല ദോശ തിന്നാൻ തോന്നുന്നു. എന്തേ? മസാല ദോശ നീ കേട്ടിട്ടില്ലേ? എടി പെണ്ണെ, സ്വാമീസ് ഹോട്ടലിൽ നിന്ന് എനിക്കൊരു മസാല ദോശ കഴിക്കണം എന്ന്. ശരി, വാങ്ങിത്തരാം. അത് മാത്രം പോരാ, പിന്നെ എനിക്ക് കുറച്ച് പച്ചമാങ്ങയും കൂടി വേണം. എന്താ ചിരിക്കുന്നേ? നീ പറയുന്ന കേട്ടാ തോന്നും നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ഉത്തരവാദി ഞാനാണെന്ന്. ആ, കുറച്ച് ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീയല്ലേ ഹിറ്റ്ലറിന്റെ ആദ്യ ഭാര്യ. അപ്പൊ നീ തന്നെ വേണം എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ. അയ്യടാ, നീ ആള് കൊള്ളാലോ. ശരി ശരി. ബുദ്ധിപൂർവം വേണം ഈ അവസരം ഹാൻഡിൽ ചെയ്യാൻ, കേട്ടോ. എനിക്കാകെ പേടിയാവുന്നു സുപ്രിയ. ഒന്നും പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് നമുക്ക് പറയാം. അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു ബേട്ടീസ്? ജ്യോതിമോളെ, ഞാൻ നിന്നെ കാണാനായിട്ടെ എത്ര നേരമായിട്ട് കൊതിച്ചിരിക്കാന്നറിയാമോ? ഐ ആം വെരി വെരി ഹാപ്പി മോളെ. ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അമ്മ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത്? അമ്മ ഈ വിവരം എങ്ങനെയെങ്കിലും അറിഞ്ഞോ? ഈ സമയത്ത് നീ കൂടെ ഉണ്ടായത് നന്നായി. ഇപ്പോഴാ നീ ഈ വീട്ടിലെ ശരിക്കും മരുമകളായത്. അമ്മേ, ഞാൻ നോ 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 യു സ്പീക്കിംഗ്, ഐ സ്പീക്കിംഗ്. ഇന്ന് നമ്മുടെ ഹാപ്പി ഡേ. വാട്ട് ഈസ് ദിസ്? ഇതെന്താ? ഇത് മസാല ദോശ. മസാല ദോശയോ? അല്ല, ഇതിനകത്ത് എന്താ? ഇതിനകത്ത് ഓ ഓ പച്ച മാങ്ങ. കൊള്ളാലോ. ഇതെന്താ സർപ്രൈസ് ആയി പോയത്? ആവശ്യമുള്ള നിങ്ങൾ കൊണ്ടുവന്നു. ആ, നീ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു അല്ലേ? ഇല്ല, ഡോക്ടർ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അത് നീ എന്തിനാ നാണിക്കുന്നേ? ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് വരാറുള്ളതല്ലേ. അപ്പോ ഡോക്ടർ കാര്യങ്ങളൊക്കെ നിന്നോട് വിശദമായിട്ട് പറഞ്ഞോ?
എല്ലാം പറഞ്ഞായിരുന്നു. ഓ, ഒരു സംശയം തോന്നിട്ടാ ഡോക്ടർ പരിശോധിച്ചത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ സംഗതി സത്യം. ശ്ശോ, ഇതൊക്കെ അറിഞ്ഞോ നിങ്ങള്? ഓ, ഈ ഡോക്ടർ ഒരു കാര്യം. ആ, ഡോക്ടർ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. ആ, പിന്നെ നീ അതിങ്ങോട്ട് തന്നേ. ആ, ഇങ്ങോട്ട് താ മോളെ. ഈ സമയത്ത് കഴിക്കേണ്ടതേ പച്ചപ്പുളിയും മാങ്ങയൊക്കെയാ. വാ, നിങ്ങൾ വാ വാ വന്നേ. എന്താ? അതെ, ആ പ്രഗ്നൻസി പൊളിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് ജ്യോതിയുടെ കൈവശമുള്ള ആ സ്വർണ്ണാഭരണങ്ങള് താരയ്ക്ക് കൊടുക്കണം. അതല്ലേ ശരി? കറക്റ്റ്, യു ആർ കറക്റ്റ് സ്പീക്കിംഗ്. ആ ജ്യോതി, നാളെ താരയ്ക്ക് സിന്ദൂര ചാർത്ത് ചടങ്ങ് നടക്കുമ്പോഴേ ആ ടൈമില് നീ ആ ഗോൾഡ് താരയ്ക്ക് അണിയിച്ചു കൊടുക്കണം കേട്ടോ. അമ്മേ, എനിക്ക് നിങ്ങളോട് എല്ലാരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ എന്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരുന്നേ. ഞാനും പ്രഗ്നന്റ് അമ്മേ. ജ്യോതി പറഞ്ഞത് ശരിയാ, ഇവൾക്ക് വിശേഷമുണ്ട്. പഴയ വീഞ്ഞു പുതിയ കുപ്പിയിലും കൊള്ളാം. ഗർഭിണിയാണെന്ന് പോലും. നിന്റെ ഈ അടവൊന്നും ഇനി ഇവിടെ ഏക്കത്തില്ല. ജ്യോതി, എന്തൊരു മോശം ഇത്. ഈ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുമ്പോ നീ അത് കൊളമാക്കാൻ നോക്കുന്ന എന്തിനാ? ആ, ഇനിയും കള്ളഗർഭം അഭിനയിക്കാന്ന് നീ വിചാരിക്കണ്ട. ബേട്ടി, നിന്റെ മനസ്സിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. നീ ആദ്യമാകണം തന്നെയാ അമ്മ ആഗ്രഹിച്ചത്. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റും. വരുന്നത് മൈ ലിറ്റിൽ കണ്ണനല്ലേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പിന്നെ ഇപ്പൊ എന്റെ ഹൃദയം ഇടിക്കുന്നത് പോലും ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്നാ. ആണോ? നിന്റെ ഹൃദയം പിടിക്കുന്ന അങ്ങനെയാ? സത്യം? ശരിക്കും? ആണോ? സത്യമാണോ? ശരിക്കും. എന്താടോ, തനിക്ക് എന്തു പറ്റി? കാര്യം പറയടോ, എന്താ പ്രശ്നം? നിങ്ങളൊരു ഭർത്താവാണോ ഹിറ്റ്ലറെ? ഭാര്യ സന്തോഷത്തോടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടേ? എത്ര സന്തോഷത്തോടെയാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി ഓഫീസിലേക്ക് വന്നേന്നറിയോ?
ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നെ ഇവിടെ നാട്ടി ഓടിച്ചില്ലേ? തനിക്കെന്താ ഇത്ര വലിയ കാര്യം പറയാനുള്ളത്? എന്നാ പിന്നെ കുറച്ചു നേരം അവിടെ കാത്തു നിന്നിട്ട് പറയാമായിരുന്നില്ലേ? അതിനവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ എന്നെ സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? നോക്കിക്കോ, ഇനി ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ. ദേ, എനിക്കാണെങ്കിലേ ഒരു ദിവസം നിന്റെ 2 മണ്ടത്തരങ്ങളെങ്കിലും കേട്ടില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല. പെണങ്ങാതോ, താൻ കാര്യം പറ. എന്റെ പൊന്നു ഭാര്യയെ നീ അങ്ങ് ക്ഷമിക്കേ. ആ സമയത്ത് ഞാൻ നല്ല തിരക്കിലായിരുന്നു. നീ എന്നല്ല ആരെന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കേറില്ല. ഹലോ, നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുവാണോ? ദേ, അവിടെ ചടങ്ങ് തുടങ്ങാറായി. നീ വരുന്നില്ലേ? ഞാൻ ഈ ആഭരണങ്ങളൊക്കെ എടുത്തു വെക്കുമായിരുന്നു അമ്മ. വേഗം താഴേക്ക് വാ. ഇല്ലെങ്കിലേ ഇത് തിരിച്ചു കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടാ നീ മാറി നിൽക്കുന്നതെന്നേ മറ്റുള്ളവര് വിചാരിക്കും. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സംസാരിച്ച് നിൽക്കാൻ സമയമില്ലെന്നേ. വേഗം വാ, ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ പറയാം. വാ, വേഗം വാ. കം കം. ഇനി നിനക്കുള്ളത് ഈ ആഭരണങ്ങളൊക്കെ. എന്നാ പിന്നെ ജ്യോതി തന്നെ ആഭരണങ്ങൾ താരെ അണിയിക്കട്ടെ. അല്ല മോനെ, അമ്മായിയമ്മയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ആഭരണങ്ങൾ അണിയിക്കാൻ വരട്ടെ. ജ്യോതി അമ്മായിമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ തന്നെ താരയെ പിടിച്ച് അങ്ങോട്ടങ്ങ് ഇരുത്ത്. ഈശ്വര, ഇപ്പൊ സത്യം തുറന്നങ്ങ് പറഞ്ഞാലോ? എന്താ? മോളെ, നിമിഷമേ ജീവമന്ത്ര ധ്വനികളിൽ കടലിലൊഴുകണ മധുരമേ അരികെയൊരു തിരിയായി ഹരിയ നവവധുവായി നീ കനവിൻ കനകവും മനസ്സിൻ തുളസിയും അണിഞ്ഞൊരുങ്ങുകയോ. നിമിഷമേ ജീവമന്ത്ര ധ്വനികളിൽ കരളിലൊഴുകണ മധുരമേ. എടാ മോനെ, നീ മധുരം കൊടുക്കടാ.
അമരാവതി വീടിന് ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ഈ വീട്ടിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിന്റെ അമ്മയാ എന്റെ ജ്യോതിമോള്. എത്ര നാളത്തെ പ്രാർത്ഥനയാ എന്റെ ലിറ്റിൽ കണ്ണാ. സോറി ജ്യോതി, കുറച്ച് ഡ്രാമ കളിച്ച് നിന്നെ വിഷമിപ്പിക്കേണ്ടി വന്നു. സോറി. DK പറഞ്ഞു, ഞങ്ങൾ അതുപോലെ ചെയ്തു, അത്രേ ഉള്ളൂ. സുധാകരൻ നായരും ആശാലതി ഭാഗ്യം ചെയ്തവരാ. രണ്ടു മക്കളും പ്രകടനല്ലയോ? അതെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. ഇതിന്റെ പിന്നാലെ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. പ്രിയല്ല, സുപ്രിയ. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അത് ഹരിപ്രിയ, സുപ്രിയല്ല, സുപ്രിയല്ല. ഓക്കെ, താൻ പറയുന്നത് ഞാൻ സമ്മതിച്ചു. ഈ അമേരിക്കയിലുള്ള ഹരിപ്രിയയുടെ നമ്പർ തന്റെ ഉണ്ടോ? ഉണ്ട്. എന്നാ താൻ ആ ഹരിപ്രിയെ ഒന്ന് വിളിക്ക്. സത്യം എന്താണെന്ന് നമുക്കറിയാലോ. വിളിക്കടോ. ഹലോ ദേവേട്ട, എത്ര നാളായി ഒന്ന് വിളിച്ചിട്ട്? ഇതാകെ സർപ്രൈസ് ആയി. എന്തുണ്ട് വിശേഷം? അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഹരിപ്രിയ, നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ അമേരിക്കയിൽ തന്നെയാ. അടുത്ത മാസം അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ ഏട്ടാ, ഹലോ ഏട്ടാ, കേൾക്കുന്നില്ല? അന്ന് താൻ കൊണ്ടു നടക്കിയത് ശിവകാമിയുടെ ശരീരമാ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. സുപ്രിയേ, നീ എന്തായി കാണിക്കുന്നേ? സുപ്രിയയോ? ഇടി ഹരിപ്രിയ. ഹരിപ്രിയല്ലേ ഞാൻ? എന്തായി പറയുന്ന പരസ്പര ബന്ധമില്ലാതെ? അതെ അതെ, ഹരിപ്രിയ പറഞ്ഞത് തന്നെയാ ശരി. സുപ്രിയ, എന്തിനായിരുന്നു ഇതെല്ലാം? ഞാൻ ഹരിപ്രിയോട് സംസാരിച്ചു. അവൾ അമേരിക്കയിൽ സുഖമായിരിക്കുന്നു. എല്ലാരെയും കബളിപ്പിച്ച് നീ അവളുടെ വേഷം കിട്ടിയ എന്തിനാ? ഏട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? Shut up. നീ ഇനി ഒന്നും പറയണ്ട. എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? ഇവളെനിക്ക് ആരായിരുന്നു എന്ന് നിനക്കറിയില്ലേ? ഇത്രയും നാൾ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നിട്ടും നിന്നെ തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും എന്നെ പറ്റിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ നീ എന്തുകൊണ്ടാ എന്നെ വിളിക്കാതിരുന്നത്? അത്രയും ബന്ധു സ്നേഹവും മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. വായിങ്ങോട്ട്. എന്നതാടാ ഈ കാണിക്കുന്നത്? അമ്മ കേട്ടില്ലേ? ഇവള് ഹരിപ്രിയ അല്ല, സുപ്രിയാണെന്ന്. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്തായി കേൾക്കുന്നത്?
എല്ലാം കൈവിട്ടു പോയി അല്ലേ ജ്യോതി? ഞാൻ എല്ലാ സത്യം തുറന്നു പറയട്ടെ? വേണ്ട, നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. നീ എന്റെ കൂടെ ഉണ്ടായാ മതി. പാവൻ ഡീക്കെ തകർന്നു പോയി കാണും. നിങ്ങൾക്കിപ്പോ എന്താ അറിയണ്ടേ? നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിനുള്ള മറുപടി സുപ്രിയ തന്നെ നിങ്ങളോട് പറയും. പക്ഷെ ഇപ്പോഴല്ല, പിന്നീട്. ഇപ്പൊ നിങ്ങളൊക്കെ ചെല്ലാം. പൊക്കോ. വേറെ വഴിയില്ല. എല്ലാവരെയും നോവിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടി നീ ബലിയാടാകേണ്ടി വന്നു. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. അവളിപ്പോ എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാ. എടോ, എന്റെ നെഞ്ചിലൊരു കരിങ്കല്ല് കയറ്റി വെച്ചതുപോലെ താങ്ങാൻ പറ്റുന്നില്ലടോ. തന്റെ സംശയങ്ങൾ തീർക്കാൻ സുപ്രിയയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷെ ജ്യോതി, അവൾക്ക് എല്ലാം അറിയാം. ഹരിപ്രിയയുടെ വേഷം കെട്ടി സുപ്രിയ എന്തിനാ വന്നതെന്ന് അവൾക്കറിയാം. എന്നിട്ട് അവള് പോലും എന്നോട് എല്ലാം മറച്ചു വെച്ചു. തനിക്ക് ജ്യോതിയോട് ചോദിക്കാമായിരുന്നില്ലേ? ചോദിക്കും, ഞാൻ ചോദിക്കും. ടിക്കെ, ഒരു കാര്യം ഉറപ്പാ, വന്നത് സുപ്രിയാണെന്ന് അറിഞ്ഞിട്ടും ജ്യോതി അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തു. ഇപ്പോഴും ജ്യോതി അവളെ സംരക്ഷിക്കുന്നു. എന്തിന്? സ്വന്തം ഭർത്താവിന്റെ ആദ്യ ഭാര്യ തിരിച്ചുവരുമ്പോ ഏത് പെണ്ണായിരുന്നാലും ഒന്ന് പേടിക്കും. സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ അവളെ ചവിട്ടി പുറത്താക്കും. പിന്നെ എന്തുകൊണ്ടാ ജ്യോതി? അതാടോ എനിക്ക് മനസ്സിലാവാത്തത്. സുപ്രിയ ഒരിക്കലും സ്വന്തം ജീവിതത്തിന് ഭീഷണിയല്ലെന്ന് ജ്യോതിക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും ജ്യോതി അവൾക്കൊപ്പം നിൽക്കുന്നത്. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? കാണും, തീർച്ചയായിട്ടും കാണും. താൻ ഈ രാത്രി എന്ന് ബഹളം ഉണ്ടാക്കണ്ട. നേരൊന്ന് വെളുത്തോട്ടെ. എല്ലാവരും കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആവട്ടെ. അതുവരെ താനൊന്ന് വെയിറ്റ് ചെയ്യേ. സുപ്രിയയ്ക്ക് കുറച്ചുകൂടി സമയം കൊടുക്ക്. അവളെല്ലാം പറയും. പറയണം, പറയണം, പറഞ്ഞേ പറ്റൂ. മൈ ലിറ്റിൽ കണ്ണ, എന്തൊരു ദുർവിധിയാ എന്റെ മോനെ നീ കൊടുത്തത്. അവനത് എങ്ങനെ സഹിക്കും? സുപ്രിയ ജ്യോതി അവൻ ഒരുപോലെയല്ലേ? ആരെ അവൻ ഉപേക്ഷിക്കും? ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ വയറ്റി ചുമക്കുന്നവളാ ജ്യോതി. അവളെ വേദനിപ്പിക്കാൻ എന്റെ മോന് പറ്റുമോ കണ്ണ? പക്ഷേ ഒരിക്കലും വീടിന്റെ വിളക്കായിരുന്നോളാ സുപ്രിയ. അവള് മരിച്ചെന്നുള്ള വിശ്വാസത്തിലല്ലേ അവൻ ഇത്രയും കാലം ജീവിച്ചത്. അവളുടെ നിർബന്ധം കൊണ്ടല്ലേ അവൻ വേറെ കല്യാണം കഴിച്ചത്. എന്തിനായിരുന്നു കണ്ണ ഇതല്ല? ഇതുവരെ അവൾ എവിടെയായിരുന്നു? ഒരു കടലോളം ലവ് എന്റെ മോന് കൊടുത്തവളാ സുപ്രിയ. ഇത്രയും കാലം മരിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവള് മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ അവനത് എങ്ങനെ താങ്ങും എന്റെ കണ്ണ? നീ തന്നെ ഇതിനൊരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്നേക്കാൾ
ഡി കെക്ക് ചേർന്ന പെണ്ണ് അവള് തന്നെയാ. അമ്മേ, ഞാൻ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. പോളെ പോകുമ്പോ എനിക്ക് കൊണ്ടുപോകാനുള്ളതാ അമ്മയുടെ നെഞ്ചിലെ ചൂടും സ്നേഹവും. എന്നെ പൊന്നുപോളെ, സുപ്രിയയുടെ ഈ ഭൂമിയിലെ സമ്പാദ്യങ്ങളാ ഇതെല്ലാം. ഒളിച്ചോടി പോവുകയാണോ? നീ എങ്ങോട്ടായി പോകുന്നത്? ഇങ്ങോട്ട് നീ കേറി വന്നത് ഞങ്ങളാരും വിളിച്ചിട്ടൊന്നുമല്ലോ. നിന്റെ ഇഷ്ടത്തിന് നീ കേറി വന്നു, അതും നിന്റെ അനിയത്തിയുടെ വേഷം കെട്ടി. ഇപ്പൊ നീ ആരാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. നിന്നോട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും നീ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടുമില്ല. ഡി കെ, എന്നെ തടയരുത് പ്ലീസ്. ഇപ്പോഴും എന്റെ ഭാര്യ നീ. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനും എന്റെ സമ്മതം വേണം. അല്ലെങ്കിൽ തന്നെ എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ പോകുന്നത്? സുപ്രിയാന്റിയുടെ കുടുംബം ഇതല്ലേ? അല്ല, ഇപ്പൊ ഇതെന്റെ കുടുംബമല്ല, ഇത് ജ്യോതിയുടെ കുടുംബ. ഡി കെ, എന്നെ വിട്ടേക്ക്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോവാ. അതുകൊണ്ടെന്താ? അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ നീ കാരണം എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതിന് നിനക്കെന്നോട് എന്ത് സമാധാനം പറയാനുണ്ട്? അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീ എന്നെ അറിയിച്ചില്ല. ഒരിക്കൽ പോലും നീ എന്നെ ഒന്ന് വിളിച്ചില്ല. ഒടുവിൽ ആരും അറിയാതെ ഹരിപ്രിയയുടെ വേഷം കെട്ടി നീ ഈ വീട്ടിൽ തിരികെ വന്നു. നന്നായിരുന്നു നിന്റെ പെർഫോമൻസ്. സുപ്രിയ, ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. വാ വരാൻ. ജ്യോതി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ഇനി ഒന്നും പറയണ്ട. തൽക്കാലം നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇത് എന്റെ തീരുമാനമാ. ഇങ്ങോട്ട് വാ. സുപ്രിയയ്ക്ക് പറയാൻ മടിയാണെങ്കിൽ നീ പറഞ്ഞാലും മതി. അപകടത്തിന് ശേഷം ഇവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ പറയാം. നീ ഇങ്ങ് വന്നേ. വാ. സന്തോഷായി. നിങ്ങൾക്കൊക്കെ ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലോ, അത് മതി. സുപ്രിയാന്റിയുടെ സ്ഥാനത്ത് ഇന്നും ഞങ്ങൾക്ക് മറ്റൊരാളെയും കാണാൻ സാധിച്ചിട്ടില്ല. സന്തോഷായി. ജ്യോതി ഡി കെയുടെ ഭാര്യ, ആ സ്ഥാനം ഞങ്ങൾ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ സുപ്രിയാന്റി ഇപ്പോഴും ഞങ്ങൾക്ക് ആ പഴയ ആള് തന്നെയാ. ഞങ്ങൾക്കെല്ലാം സുപ്രിയാന്റിയോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ, സുപ്രിയാന്റി ഡി കെ ഉപേക്ഷിക്കണ്ടായിരുന്നു. ഞാൻ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു പോയെങ്കിൽ നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുമോ? എന്തിനാ ഹരിപ്രിയ എന്ന് പറഞ്ഞത്? സുപ്രിയാന്റി തന്നെയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നോ? എന്തിന്? ഡി കെയുടെയും ജ്യോതിയുടെയും ജീവിതത്തിലെ സമാധാനം കളയാനോ? എന്നിട്ട് ജ്യോതിയോട് എന്തിനാ എല്ലാം നേരത്തെ പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അറിയാതെ സംഭവിച്ചു പോയതാ. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ജ്യോതി അബദ്ധത്തിൽ മനസ്സിലാക്കിയതായില്ല. പക്ഷേ അവളെ അടുത്തറിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡി കെക്ക് എന്നേക്കാൾ ചേർന്ന ഭാര്യ ജ്യോതി തന്നെയാ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നെ പോലെ തന്നെ
നിങ്ങൾ അവളെയും കാണണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഞാൻ തന്നെ അവൾ. ജ്യോതിയോട് ഒരിത്തിരി അസൂയ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ അവൾ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോന്നു അറിഞ്ഞപ്പോ മുതൽ ഞങ്ങളതെല്ലാം കളഞ്ഞു. ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പില ഞങ്ങളെല്ലാവരും. സുപ്രിയാന്റി ഇനി തിരിച്ചു പോവോ? അതിന് ജ്യോതി DK സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോണം, പോയേ പറ്റൂ. എന്റെ യാത്ര തടയാൻ ആർക്കും കഴിയില്ല. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാ. ടിക്കറ്റ് ശരിയാക്കാൻ ഞാൻ ഹരിപ്രിയയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ യാത്ര തടയരുത്, പിന്നിൽ നിന്നും വിളിക്കരുത്. നീ എന്നെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു. നീ ഇപ്പൊ പറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്കുള്ള സന്തോഷങ്ങളില്ലേ, അതൊന്നും ഇല്ലായിരുന്നെങ്കിലും നീ എത്ര വലിയ രോഗിയാണെങ്കിലും എനിക്ക് നീ മാത്രം മതിയായിരുന്നു. എനിക്ക് നീ എല്ലാം തന്നു. പക്ഷേ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള അവസരം നീ എനിക്ക് തന്നില്ല. ഒന്ന് നീ അറിയണം സുപ്രിയ, ജ്യോതി ഇന്നെനിക്കെല്ലാമാണ്. എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാ. പക്ഷേ ഇന്നെനിക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും വലുതായിരുന്നു നീ എനിക്ക്. അതാ നീ മനസ്സിലാക്കാതെ പോയത്. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിനക്ക് ബോധം വന്ന് സംസാരിച്ച ആദ്യത്തെ നിമിഷത്തിൽ നീ എന്നെ വിളിക്കുമായിരുന്നു. പകരം നിന്റെ മണ്ടൻ ചിന്തകൾ കൊണ്ട് നീ ഒരു സാങ്കല്പിക കഥയുണ്ടാക്കി. അവിടെ എന്റെ സന്തോഷങ്ങൾ ഇതൊക്കെയായിരിക്കും നീ മുൻവിധി ഉണ്ടാക്കി. അതിനനുസരിച്ച് നീ എനിക്ക് കത്തെഴുതി. ജ്യോതി, കിട്ടിയോ? എന്താ ഇത്, അമ്പഴങ്ങയോ? നിനക്ക് ഇഷ്ടാണോ? പിന്നെ ഇഷ്ടമാണോന്നോ? ഒരു ദിവസം മുഴുവൻ ഇവൾക്ക് ആഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 അമ്പഴങ്ങ മാത്രം കിട്ടിയാൽ മതി. കുറച്ച് നീ എടുത്തു. അപ്പോ സുപ്രിയയുടെ ഇഷ്ടങ്ങളൊന്നും ഏട്ടൻ മറന്നിട്ടില്ല. അതെ, നിങ്ങൾ കഴിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സുപ്രിയ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പ്ലീസ്. സുപ്രിയ, നീ ഓക്കെ ആണോ? സുപ്രിയ, അമ്മേ, സുപ്രിയ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്ക് ഒരിടത്തും പോണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹിറ്റ്ലറെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം പ്ലീസ്. എനിക്ക് എങ്ങോട്ടും പോണ്ട. സുപ്രിയ, നീ പറയുന്ന ഒന്ന് കേക്ക്. സന്തോഷത്തോടെ ഞാൻ പോകുന്നു. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ആദ്യം നമ്മളിൽ ആര് മരിച്ചാലും അത് മറ്റേയാളുടെ മടിയിൽ കിടന്നാവണമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഓർമ്മയുണ്ടോ DKക്ക്? DKയോട് ഞാൻ മാപ്പ് ചോദിക്കാം. DK ചോദിച്ചില്ലേ അന്ന് ആശുപത്രിയിൽ വെച്ച് ബോധം വന്നപ്പോ എന്തുകൊണ്ട് DK വിളിച്ചില്ലെന്ന്? മരണം മാത്രം മുന്നിലുള്ളപ്പോ ഞാൻ എങ്ങനെ നിങ്ങളെ വിളിക്കും DK? ജ്യോതി,
ഞാനും ഡി കെയും സ്വപ്നം കണ്ടതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം ഡി കെക്ക് കൊടുക്കാൻ നിനക്ക് അല്ല ഡി കെ. ജ്യോതി, നീ പ്രസവിക്കുന്ന മോന് ആ പേരിടാൻ My little Kanna, I am very happy. We all happy. അമ്പാടി, അമ്പാടി, അമ്പാടി. ദേ സുപ്രിയ, ഒട്ടും അനുസരണയില്ലാത്ത ചെക്കനാ നിന്റെ മോൻ. അവൻ എന്നെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ട് ആ കള്ളച്ചക്കന് അമ്പാടി എന്ന് പേരിട്ടത്. ഇവന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ആ കള്ളക്കണ്ണൻ എന്തൊരു ഭേദമാ. പ്ലേ സ്കൂളിൽ പോകാൻ സമയായി. ഇതുവരെ ആളെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ തോറ്റു. അമ്പാടി, അമ്പാടി, അമ്പാടി. ഞാൻ ചോദിച്ചതെല്ലാം നീ എനിക്ക് തന്നു. താങ്ക് യു കണ്ണ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ണ, നീയാണ് എന്നോട് സംസാരിച്ചത്? എടാ കള്ള, നിന്നെ ഇന്ന് ഞാൻ വാപ്പാടി. അമ്പാടി. അതെ, ആഹാ, ഇവിടെ അമ്മമ്മ മോനും കൂടെ കളിച്ചോണ്ടിരിക്കുക. അമ്പാടി.